കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1 സാമുവേലിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. എൽക്കാനയ്ക്ക് 2 ഭാര്യമാർ ഉണ്ടായിരുന്നു. ഒരുത്തിക്ക് ഹന്ന എന്നും മറ്റവൾക്ക് പെനീന എന്നും പേർ. പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നയ്ക്കോ മക്കൾ ഇല്ലായിരുന്നു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ ഒരു മനുഷ്യന് 2 ഭാര്യമാരുണ്ട് എന്ന് പറഞ്ഞാൽ 2 അമ്മമാർ ആ വീട്ടിലുണ്ട്. അപ്പോൾ അതിൽ ഒരു അമ്മയ്ക്കാണെങ്കിൽ മക്കളുണ്ടായിരുന്നു, ഒരു അമ്മയ്ക്ക് മക്കളില്ലായിരുന്നു. അപ്പോൾ ആ ഒരു മക്കളുള്ളവൾ മക്കളില്ലാത്തവളെ എപ്പോഴും വഴക്ക് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവളെ ആക്ഷേപിച്ചു കൊണ്ടേയിരുന്നു. അപ്പോൾ ഇവളുടെ ആക്ഷേപം സഹിക്കാൻ വയ്യാതെ അവൾ എപ്പോഴും കരഞ്ഞുകൊണ്ടേയിരിക്കും. തൻ്റെ ഭർത്താവ് പറയും, നിനക്ക് 10 മക്കളിനേക്കാളും ഞാൻ എത്രയോ ശ്രേഷ്ഠൻ, ഞാൻ നിന്നെ നല്ലവണ്ണം നോക്കുന്നില്ലയോ എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ ആ ഒരു വാക്ക് ആ അമ്മയ്ക്ക് ഒരിക്കലും ആശ്വാസം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അവൾ നേരെ ദേവാലയത്തിലേക്ക് ചെന്ന് ദൈവത്തോട് മുറയിട്ട്, കർത്താവേ, എനിക്ക് നീ ഒരു പൈതലെ തന്നേ തീരൂ എന്ന്. അന്ന് പറഞ്ഞാൽ അവൾ ഉറക്കെ വിളിച്ചില്ല, മനസ്സിൽ ഹൃദയം നുറങ്ങി അവൾ ദൈവത്തോട് നിലവിളിച്ച്. പ്രിയ ദൈവഭക്തരെ, നമുക്കിരിക്കുന്ന കുറവുകളെ ചൂണ്ടിക്കാണിക്കുവാനും നമ്മെ കുറ്റപ്പെടുത്തുവാനും നമ്മെ നോവിക്കുവാനും കരയിക്കാനും ഈ ലോകത്ത് ഒരുപാട് പേരിയ്ക്കുമ്പോൾ, നമുക്ക് ഇല്ലാതെ ഒന്നിനെക്കുറിച്ച് ഉള്ളവർ നമ്മെ ആക്ഷേപിക്കുമ്പോൾ നാം തളർന്നു പോയി കരയാറുണ്ട്. അപ്പോൾ നമുക്ക് കൂടെ ഇരിക്കുന്നവർ ഞാൻ നിനക്ക് എല്ലാമായി ഇരിക്കുന്നു, ഞാൻ നിന്നെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞാലും ഒരു ആശ്വാസം നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുമോ എന്ന് കേട്ടാൽ ഇല്ല. പക്ഷേ ദൈവസന്നിധിയിൽ ആ നമുക്കിരിക്കുന്ന കുറവും കൊണ്ട് നാം ഹന്നയെപ്പോലെ എപ്പോൾ കരയുന്നുവോ അപ്പോൾ തന്നെ ദൈവം നമുക്കൊരു വിടുതൽ നമുക്ക് തരികയും ചെയ്യും. അപ്പോൾ നാം ദൈവസന്നിധിയിൽ കരയേണ്ട രീതിയിൽ അല്ലെങ്കിൽ സമർപ്പിക്കേണ്ട രീതിയിൽ സമർപ്പിക്കണം. കാര്യമെന്ന് പറഞ്ഞാൽ ഹന്ന വെറുതെ പോയിരുന്ന് കരഞ്ഞില്ല. ഹന്ന പറഞ്ഞു, കർത്താവേ, നീ എനിക്ക് തരുന്നതിന് ഞാൻ അങ്ങയ്ക്ക് വേണ്ടി നൽകും എന്നൊരു സമർപ്പണത്തോടെയുള്ള ഒരു പ്രാർത്ഥനയാണ് അവിടെ നടത്തുന്നത്. പ്രിയ ദൈവപൈതലെ, ആ ഒരു സമർപ്പണത്തോടെ ഒരു അമ്മ തൻ്റെ പൈതലിന് ഒരു പൈതൽ കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ സമർപ്പണത്തെ അംഗീകരിച്ചുകൊണ്ട് ദൈവം ഒരു പൈതലെ കൊടുത്തു. അത് ദൈവത്തിന് സമർപ്പിച്ചപ്പോൾ വീണ്ടും 5 മക്കളെ കൊടുത്തു. ഇന്നും ആ ഒരു സമർപ്പിക്കപ്പെട്ട പൈതലിനെ കുറിച്ച് നാം ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അനേകർക്ക് മുൻമാതിരിയായിത്തീർന്നു. പക്ഷേ ആക്ഷേപിച്ച് തനിക്ക് ഇരുന്നതിനെ വെച്ച് ആക്ഷേപിച്ചുകൊണ്ടിരുന്ന ആ ഒരു അമ്മയുടെ മക്കളെയോ അമ്മയെക്കുറിച്ചോ പിന്നെ ബൈബിളിലൊരിടം പറയുന്നില്ല. പ്രിയ ദൈവ പൈതലെ, ആയതുകൊണ്ട് ഈ ലോക ഓട്ടത്തിൽ നാം അടുത്തവരെ കുറ്റം പറഞ്ഞിരിക്കുന്നവരല്ല. നമുക്കില്ലാത്തതിനെ ഒന്നിനെക്കുറിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പറയുകയും കർത്താവ് തന്ന നന്മകളെ കർത്താവിന് വേണ്ടി സമർപ്പിച്ച് ജീവിക്കുമ്പോൾ അത് നമുക്ക് ഈ ലോകത്തും വരുവാനുള്ള ലോകത്തും ഒരു വലിയ മഹത്വത്തെ കൊണ്ടുവരുമെന്നുള്ളത് മറന്നു കളയേണ്ട. ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, വചനം നല്ലവണ്ണം വായിക്കുകയും കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കുവാനും ദൈവം ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. ഈ ഹന്നയെപ്പോലെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നാം വെറുമനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരല്ല, ഒരു സമർപ്പണത്തോടുകൂടെ പ്രാർത്ഥിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ദൈവം ഈ വചനം കേട്ടുകൊണ്ടിരുന്ന ഇരിക്കുന്ന അങ്ങയുടെ പൈതങ്ങൾ ദൈവം തനിക്ക് ഇല്ലാത്ത മക്കൾക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നുവോ, അല്ല ദൈവം കിട്ടിയ മക്കളുടെ വഴിപിഴച്ച ജീവിതം കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നുവോ, അല്ലെങ്കിൽ മക്കളുടെ ഉയർന്ന നില അല്ലെങ്കിൽ സാമ്പത്തികം, നാളത്തെ അവരുടെ വിദ്യാഭ്യാസം, അവരുടെ നാളത്തെ ജീവിതങ്ങളെക്കുറിച്ച് കലങ്ങിപ്പോയി ഞാൻ എന്ത് ചെയ്യുമെന്ന് വേദനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഏത് തരത്തിൽ നിൻ്റെ മക്കൾ ദൈവമേ കലങ്ങിക്കൊണ്ടിരുന്നാലും ഈ സമയത്ത് കർത്താവ് അവർക്കൊരാശ്വാസം നൽകി കൊടുക്കുകയും അവർ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അധികമായി നടത്തി അങ്ങയുടെ രാജ്യത്തിൽ വന്ന് ചേരുവോളം ഇവരെ കരം പിടിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.